കുട്ടികൾക്ക് മാത്രം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പടം എടുക്കാനും പറ്റത്തില്ല. അതൊരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു കലയെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാവും. ഓക്കെ, കുട്ടികൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം നമുക്ക് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പൂർണ്ണമായിട്ടും സാധ്യമല്ല. ഇപ്പം OTT ഇറങ്ങുന്നുണ്ട്, അവിടുന്ന് ടെലിഗ്രാമിൽ വരുന്നുണ്ട്, അവിടുന്ന് കുട്ടികൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് മലയാളം ഉപേക്ഷിച്ച് ഞാൻ വേറെ മറ്റേ ഫിലിം ഇത്രയ്ക്ക് പോകും. ഓക്കെ, ഇംഗ്ലീഷിനൊക്കെ ഒരുപാട് എണ്ണം ഇറങ്ങുന്നുണ്ട്, കൊറിയൻ ഫിലിം ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു, വെബ് സീരീസ് ഉണ്ട്, അത് കണക്ക് ബ്രൂട്ടലായിട്ട് വയലൻസ് ഉള്ള. അതല്ലാണ്ട് ഈ മലയാളം ഫിലിമോ വെബ് സീരീസോ ഒന്നുമല്ല കുട്ടികളെ വഴിതെറ്റിക്കുന്നത്. അങ്ങനെ വഴിതെറ്റിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മെന്റലി എന്തെങ്കിലും സ്ഥിരത ഇല്ലാത്ത ആളുകളായിരിക്കണം. ഓക്കെ, അവരല്ലേലും വഴിതെറ്റും. ഓക്കെ, വഴിതെറ്റാനുള്ള പ്രധാന കാരണം ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോസിനകത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് പാരന്റിങ്ങിന്റെ പ്രശ്നവും നമ്മുടെ സൊസൈറ്റിയിലെ പല ഇഷ്യൂസും കാരണം കൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് ഒരു സിനിമ നിരോധിച്ചത് കൊണ്ടോ ഒന്നും ഇവിടെ അക്രമം നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനി വേറൊരു കാര്യം, ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു വർഷം തുടങ്ങിയിട്ട് ഇപ്പം 2 മാസം കഴിഞ്ഞു, ഇത്രയും അതിക്രമമാണ് നമ്മൾ കാണുന്നു. അത് ഈ ചെറുപ്പക്കാരാണ്, കുട്ടികളാണ്, ടീനേജ് യൂത്ത് ആ ഒരു കാറ്റഗറിപ്പെട്ട ആളുകളാണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ പറയുന്നു. അതിക്രമങ്ങൾ തോനെയും ചെയ്തത് സത്യത്തിൽ മുമ്പും ഇതേപോലെ നടന്നിട്ടുണ്ട്. ഓക്കെ, അതായത് അന്നും അക്രമമുണ്ട്, ഇന്നും ഉണ്ട്. പക്ഷെ ഇന്നത് കുറച്ച് ശ്രദ്ധ നേടുന്നു മാത്രമേ ഉള്ളൂ ഈ ഒരു മാധ്യമങ്ങളുടെ വരവോട് കൂടിയിട്ട്. ഓക്കെ, ഈ എന്താണ് നവമാധ്യമങ്ങൾ, ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും ഇപ്പം ഇതൊക്കെ വഴി പെട്ടെന്ന് എന്ത് ചെയ്യും, പ്രചരിച്ചു പോകും. പണ്ട് ഇത്രയും പ്രചരിക്കുന്നില്ലായിരുന്നു, ആളുകൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കാണ് ഇതിപ്പം കൂടുതൽ പ്രചാരം വന്നത്. അതുകൊണ്ടാണ്. അല്ലാണ്ട് മുമ്പും ഈ പറഞ്ഞതുപോലെ റാഗിങ് നടക്കുന്നുണ്ടായിരുന്നു, കുട്ടികൾ തമ്മിൽ അടിപിടിയൊക്കെ നടക്കുന്നുണ്ട്, മരണത്തിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും മറ്റേ കണക്കുകൾ നമുക്ക് കുറവായിരിക്കും. അത് ചർച്ച ചെയ്യേണ്ട ഇഷ്യൂ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ മയക്കുമരുന്നിന്റെ ലഭ്യത ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പം നല്ല നല്ല തുരിതുര പിടിക്കുന്നുണ്ട് പലയിടത്തുനിന്നായിട്ട്. ഓക്കെ, കഞ്ചാവും അതേ കണക്കുള്ള ഡ്രഗ്സും എല്ലാം കടത്തുന്ന ആളുകളെ പൊക്കുന്നുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആളുകൾ, കാരിയേഴ്സിനെ. അപ്പം അത് നല്ല കാര്യം തന്നെയാണ്.